കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇഫിന്റെ സിമ്പിൾ ആയിട്ടുള്ള യൂസ് ആണ് നമ്മൾ കവർ ചെയ്തത്. ആ വീഡിയോ കാണാത്തവര് ആദ്യം ആ വീഡിയോ കാണുക. ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇഫിന്റെ കൂടെ എങ്ങനെയാണ് ആൻഡ് അതുപോലെ ഓർ കൊടുത്തിട്ട് മൾട്ടിപ്പിൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഈക്വൽ ടു ഇഫ്. ഇവിടെ എനിക്ക് വരേണ്ട ഫോർമുല അല്ലെങ്കിൽ എനിക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇതൊരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. അപ്പം അതിൽ അവർ ടെസ്റ്റ് ചെയ്യുന്നത് ഏജ് അല്ലെങ്കിൽ അതും ക്വാളിഫിക്കേഷൻ. ഇപ്പം നമുക്ക് ഫസ്റ്റിലെ ക്രൈറ്റീരിയയിൽ ക്വാളിഫിക്കേഷൻ ഇപ്പോൾ മാസ്റ്റർ അല്ലെങ്കിൽ ഡിഗ്രി ഉള്ള ആളുകളെ മാത്രം സെലക്ട് ചെയ്യണം. ഇങ്ങനെയുള്ള ഒരു കണ്ടീഷൻ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇസ് ഈക്വൽ ടു ഇഫ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓർ എന്നുള്ള ലോജിക്കൽ ടെസ്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഇഫ് കഴിഞ്ഞതിന് ശേഷം ബ്രാക്കറ്റിൽ ഓർ കൂടെ ടൈപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻ കൊടുക്കാം. അപ്പോൾ ആ കൊടുക്കുന്ന കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം കറക്റ്റ് ആയാൽ അല്ലെങ്കിൽ ഒരെണ്ണം ട്രൂ ആയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന റിസൾട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്യും. ഇപ്പോൾ ഇവിടെ നമുക്ക് കൊടുക്കാം, ഇവിടെ ക്വാളിഫിക്കേഷൻ equal to master comma next condition comma qualification equal to degree. എന്നിട്ട് നമ്മൾ ഓറിന്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. നെക്സ്റ്റ് വാല്യൂ ഇഫ് ട്രൂ. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആണെങ്കിൽ നമുക്ക് എന്താണ് വരേണ്ടത്, ഇവിടെ നമുക്ക് സെലക്റ്റഡ് എന്ന് വരണം. അപ്പോൾ ക്വാളിഫിക്കേഷൻ മാസ്റ്ററോ അല്ലെങ്കിൽ ഡിഗ്രിയോ ആണെങ്കിൽ, അല്ലെങ്കിൽ മാസ്റ്റർ അല്ലെങ്കിൽ ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, സെലക്റ്റഡ് എന്ന് പറയണം. ഇത് രണ്ടും അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഫോൾസിൽ എന്ത് പറയണം, റിജക്റ്റഡ് എന്ന് പറയണം. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് അറിയാം മാസ്റ്റർ ഡിഗ്രി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇതിൽ സെലക്റ്റഡ് വന്നത്. ഇനി ഇത് ഡ്രാഗ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതും സെലക്റ്റഡ് ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ റിജക്റ്റ് ആണ്. കാരണം നമ്മൾ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ മാസ്റ്റർ അല്ലെങ്കിൽ ഡിഗ്രി ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ, അല്ലാത്തെല്ലാം റിജക്റ്റഡ് ആണ്. അപ്പോൾ ഇവിടെ മെട്രിക് ആയതുകൊണ്ട് റിജക്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മെട്രിക് കൂടെ അല്ലെങ്കിൽ +2 കൂടെ ക്വാളിഫിക്കേഷൻ ഉള്ളതുണ്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്വാളിഫിക്കേഷൻ കൊടുക്കുക. ഇവിടെ മൂന്നാമത്തെ കണ്ടീഷൻ ആഡ് ചെയ്യാം, ഈക്വൽ ടു D2 ഈക്വൽ ടു +2. എത്ര കണ്ടീഷനാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ മിനിമം ഒരെണ്ണം ട്രൂ ആയി കഴിഞ്ഞാൽ തന്നെ ഇതിൽ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതെല്ലാം സെലക്ട് ആണ്. ഇത് മാത്രമേ ഇപ്പോൾ ഈ മെട്രിക് എന്നുള്ള മാത്രമേ ഇപ്പോൾ റിജക്റ്റഡ് ആയിട്ടുള്ളൂ. ഇതാണ് ഓർ എന്നുള്ള ഫംഗ്ഷൻ. ഓറും കൂടെ ആഡ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ വേറൊരു ഇതാണ്, ഓറിന്റെ പകരം ആൻഡ് യൂസ് ചെയ്യാം. ആൻഡ് ആകുമ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ കണ്ടീഷൻ കൊടുക്കുന്നു. ആ കൊടുക്കുന്ന എല്ലാ കണ്ടീഷനും ട്രൂ ആണെങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യുള്ളൂ. ഞാൻ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്, ഇവിടെ ഏജ് ഇപ്പം നമ്മൾ രണ്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 27 അതുപോലെ ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 55 എന്ന് വെച്ചാൽ 27ന്റെയും 45ന്റെയും ഇടയിലാണെങ്കിൽ നമുക്ക് റിസൾട്ട് എന്ത് വരണം, സെലക്റ്റഡ് എന്ന് വരണം. നേരത്തെ ഓർ കൊടുത്തിരുന്നത് ആണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാച്ച് ചെയ്യാൻ മതിയാവും. പക്ഷെ ഇവിടെ ആൻഡ് ആകുമ്പോൾ രണ്ട് കണ്ടീഷനോ അല്ലെങ്കിൽ എത്ര കണ്ടീഷനാണോ കൊടുക്കുന്നത് അതെല്ലാം മാച്ച് ആയി കഴിഞ്ഞാലേ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന അത് വാല്യൂ ഡിസ്പ്ലേ ചെയ്യുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. ഈക്വൽ ടു ഇഫ് ഇനി ആൻഡ്, എന്നിട്ട് എത്ര കണ്ടീഷൻ ഉണ്ടോ ആ കണ്ടീഷൻ ഫുള്ള് ഇവിടെ കൊടുക്കാം. ഞാനിവിടെ കൊടുക്കുന്നത് ഇവിടെ ഇത് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 27, പിന്നെ അതുപോലെ ഇത് ലെസ് ദാൻ ഈക്വൽ ടു 45 ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, കോമ. ഇത് രണ്ട് കണ്ടീഷനും ട്രൂ ആവുകയാണെങ്കിൽ എന്താണ് റിസൾട്ട് വരേണ്ടത്, ഞാൻ ഇവിടെ കൊടുക്കുന്നു സെലക്റ്റഡ്. അതല്ലെങ്കിൽ റിജക്റ്റഡ്. ഇത് നമുക്കറിയാം, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ 27 ആണ്.
ഇവിടെ 27 സെലക്റ്റഡ് ആയി വന്നു. ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഇവിടെ റിജക്റ്റഡ് ആണ്, കാരണം ഇത് ലെസ് ദാൻ 27 ആണ്. ഇവിടെയും റിജക്റ്റഡ് ആണ്. ഇത് എന്താണ്? 60 ആണ്. ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്നത് ലെസ് ദാൻ 45 ആണ്. പിന്നെ എനിക്ക് മൂന്നാമതൊരു കണ്ടീഷൻ കൂടെ ആഡ് ചെയ്യണം, ക്വാളിഫിക്കേഷനും കൂടെ. ഈ ഏജിന്റെ ഈ ഫാക്ടറും പ്ലസ് എനിക്ക് ഡിഗ്രി ഉള്ള ആളുകൾ മാത്രം സെലക്ട് ചെയ്താൽ മതി. ഇവിടെ മൂന്നാമത്തെ കണ്ടീഷൻ ആഡ് ചെയ്യാം. ദിസ് വൺ ഈക്വൽ ടു ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റർ, നിങ്ങൾക്ക് എന്താണോ വരേണ്ടത് ആ ഇത് കൊടുക്കാം. ഇപ്പൊ ഈ 3 കണ്ടീഷനും കൂടെ മാച്ച് ചെയ്യുന്നത് മാത്രമേ ഇപ്പോൾ സെലക്ട് ചെയ്യുള്ളൂ. ഇവിടെ ഈ കേസിൽ 3 മാച്ച് ചെയ്യുന്നുണ്ട്. ഏജ് ഗ്രേറ്റർ ദാൻ 27, ഇൻ ബിറ്റ്വീൻ 27 ആൻഡ് 45 ആണ്. അതുപോലെ അവരുടെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണ്. ഇതൊക്കെ റിജക്റ്റഡ് ആണ്. ഇവിടെ മാച്ച് ആവുന്നുണ്ട്, ഇത് മാച്ച് ആവുന്നുണ്ട്. ഇതാണ് ഇഫിന്റെ കൂടെ ഓർ അല്ലെങ്കിൽ ആൻഡ് യൂസ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത. ഇതെല്ലാം ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.